ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വളരെ അപൂർവങ്ങളിൽ അപൂർവ ദിവസമായ 999 പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം. സാധാരണ ഒരു നമ്പറായിട്ട് നമുക്ക് 9 എന്നുള്ളത് തോന്നുമെങ്കിലും കൂടി നാളെ വരുന്ന ഈ 9-ാം തീയതി 9-ാം മാസത്തിൽ വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത്. അതായത് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ മുരുക ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു ദിവസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിവസത്തിൽ നമ്മൾ വെറ്റില ദീപ വഴിപാട്, തുവരപ്പരിപ്പ് ദീപ വഴിപാട്, അതുപോലെ തന്നെ വേൽ അഭിഷേകം, മുരുക ഭഗവാന് അഭിഷേകം എല്ലാം ചെയ്യുന്നവരാണ്. കാരണം ചൊവ്വയുടെ അധിപൻ എന്നറിയപ്പെടുന്നത് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിനും ഓരോ നമ്പറുകൾ ഭാഗ്യ നമ്പറുകളായിട്ടുണ്ടാകും. അങ്ങനെ നോക്കുന്ന സമയത്ത് ചൊവ്വയുടെ ഭാഗ്യ നമ്പർ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9-ാം തീയതിയും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ഒരു അത്ഭുത ദിവസം കൂടിയാണ് നാളെ. അതുകൊണ്ട് നാളെ നമ്മൾ ആത്മീയപരമായിട്ട് നോക്കുന്ന സമയത്ത് രാവിലെ 9 മണി മുതൽ രാത്രി 9:59 വരെയുള്ള സമയത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം വെറും 9 പ്രാവശ്യം മാത്രം നമ്മൾ ജപിക്കുക. ഇതിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താന്ത്രികങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് എന്നെല്ലാം പറയുകയാണെങ്കിലും സാരമില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവ ദിവസമാണ് നാളെ. ഇനി ഇതുപോലുള്ള ഒരു ദിവസം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2034 വരെയും കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ആർക്കു വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ്. പലർക്കും എഴുതുവാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ ചൊല്ലാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെയില്ല. മാത്രമല്ല ഏതൊരു കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും നാളെ മറക്കാതെ ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 9 സെക്കൻഡ് നമ്മൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. കഴിവതും ഒരു 9 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി രാവിലെ 9 മണി മുതൽ രാത്രി 9:59 വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ആ ഒരു 9 മിനിറ്റ് നമുക്ക് മാറ്റിവെച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഈ മന്ത്രവാക്ക് നമുക്ക് 9 പ്രാവശ്യം ഉച്ചരിക്കാവുന്നതാണ്. നാളെ ഒരൊറ്റ ദിവസം മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ മതി. താല്പര്യമുണ്ടെങ്കിൽ ദിവസവും ജപിക്കാം. ഇനി അഥവാ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സാധിക്കില്ല, മറന്നു പോകും എന്നുണ്ടെങ്കിലും സാരമില്ല. നാളെ 9 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തി വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട്. നാളെ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും താന്ത്രികങ്ങൾക്കും മാനിഫെസ്റ്റേഷനുകൾക്കുമെല്ലാം തന്നെ പ്രത്യേക ഫലങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത്. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ ഒരു സമയത്ത് പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ കയറി നെയ്ദീപം തെളിയിച്ച് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല, നോൺ വെജ് കഴിച്ചു പോയി, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്നെല്ലാം പറയുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിലോ, അതും അല്ലെങ്കിൽ നമ്മൾ ഓഫീസുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ കസേരകളിൽ ഇരുന്നു കൊണ്ടോ, യാത്ര ചെയ്യുകയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ടോ മനസ്സിൽ ഒരാഗ്രഹം വിചാരിക്കുക. കഴിവതും നിങ്ങൾ ഒരു ഭാഗത്ത് നിശബ്ദമായ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് പെട്ടെന്ന് ഫലം നേടിത്തരാൻ സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാത്രിയിൽ 9:59 വരെയുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം എപ്പോൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുമോ അപ്പോൾ തിരഞ്ഞെടുത്ത് ഒരാഗ്രഹം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മുരുക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏതൊരു ആഗ്രഹം നമ്മൾ മനസ്സിൽ കരുതുന്നുവോ ആ ആഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടി നമ്മൾ 9 1 രൂപ നാണയം എടുത്ത് കൈകളിൽ വയ്ക്കുക. 1 രൂപ നാണയം എടുക്കുക. വിദേശത്തുള്ളവരാണെങ്കിൽ അവിടെ 1 രൂപയുടെ സമമായിട്ട് ഏത് കോയിൻസ് ഉണ്ടോ അതെടുക്കാം. അല്ലെങ്കിൽ ഒരേ ഡിനോമിനേഷനിലുള്ള കോയിൻസുകൾ നിങ്ങൾക്ക് ഒരു 9 എണ്ണം എടുത്ത് കൈകളിൽ വെക്കാം. ഇത് കൈകളിൽ വെച്ചതിനു ശേഷം അതിനു മുന്നേ ഈ കോയിൻസ് വൃത്തിയായി ഒന്ന് കഴുകി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് വയ്ക്കുക. ഓരോ നാണയത്തിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് വെച്ച് അത് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം കുമര ഗുരുവേ നമ, ഓം കുമര ഗുരുവേ നമ, ഓം കുമര ഗുരുവേ നമ എന്നുള്ള മന്ത്രം 9 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടതാണ്.
താഴെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ താഴെ ഇരിക്കുക. ഇനി കസേരകളിൽ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് തെക്കു ദിശ നമ്മൾ നോക്കിയിരിക്കരുത്. ബാക്കി ഏത് ദിശ വേണമെങ്കിലും നോക്കിയിരുന്നു കൊണ്ട് നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് 9 നാണയം കയ്യിൽ വെച്ചതിനു ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുക. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വരുന്നത് പോലെ സന്തോഷത്തോടു കൂടി സങ്കല്പിച്ചു നോക്കുക. ഇതിനിടയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും നമുക്ക് ഉണ്ടാകരുത്. ഈവൻ ഫോൺ പോലും നമ്മൾ സൈലൻ്റ് ആക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചതിനു ശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയതിന് ഭഗവാനോടും പ്രപഞ്ചത്തോടും നന്ദി നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വീടുകളിലാണെങ്കിൽ ഒരു വെളുത്ത നിറത്തിലുള്ള ചെറിയ കഷ്ണം തുണിയിൽ ഈ നാണയത്തുട്ടുകളിട്ട് ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗുകളിലോ സൂക്ഷിക്കാം. ഇനി അഥവാ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഓഫീസുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ 9 രൂപ നാണയവും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ബാഗിൽ വെച്ച് വീട്ടിൽ വന്നതിന് ശേഷം അതിനെ ഒരു കിഴിയിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഓം കുമര ഗുരുവേ നമഃ എന്നുള്ള ഈ മന്ത്രം ജപിച്ചിരിക്കുന്നത്, ആ ആഗ്രഹം നിറവേറി കിട്ടിയതിനു ശേഷം, അതായത് ഒരൊറ്റ ദിവസം മാത്രം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു, കൃത്യം 9 ദിവസത്തിനുള്ളിലോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ 9 മിനിറ്റുകൾക്കുള്ളിലോ നിങ്ങളിലേക്ക് നിങ്ങൾ കാര്യം എത്തിച്ചേരുന്നതായിരിക്കും. അതായത് വലിയ ആഗ്രഹങ്ങളാണ്, ഒരു വീടാണ് അല്ലെങ്കിൽ വാഹനമാണ് അല്ലെങ്കിൽ തൊഴിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ചൊല്ലുന്ന ഈ മന്ത്രജപം കൃത്യമായിട്ട് 9 ദിവസം എണ്ണി വെച്ചോളൂ. ആ 9 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹം നിറവേറി കിട്ടും. ഇനി അഥവാ അത്യാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, ഒരു 2000 രൂപയോ 3000 രൂപയോ, ഇനി അഥവാ നമ്മൾ വേറെ ആരോടെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ വെറും 9 മിനിറ്റുകൾക്കുള്ളിലോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അത്രയും ഫലം തരുന്ന ഒരു പ്രധാനപ്പെട്ട അത്ഭുത മുരുക മന്ത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിനോടൊപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതായി സങ്കല്പിച്ച് മുരുക ഭഗവാനോടും പ്രപഞ്ചത്തോടും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം വലുതോ ചെറുതോ എന്ന് നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടി എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇതിനിടയിൽ നമുക്ക് വെറ്റില ദീപം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നാളെ രാത്രി ചൊവ്വാഹോര സമയത്ത് 8 to 9 മണിക്കുള്ളിൽ ആ സമയത്ത് നമുക്ക് തെളിയിക്കാവുന്നതാണ്. ആ സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ്. ജീവിതത്തിലെ ഏതൊരു തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഏതൊരു ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതായത് സമ്പത്ത് വേണമെങ്കിലും അറിവ് വേണമെങ്കിലും ആരോഗ്യം, സന്തോഷം, സമാധാനം എന്നിവയെല്ലാം വേണമെങ്കിലും നമുക്ക് ചോദിച്ച ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഭഗവാനാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുവാൻ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടെങ്കിലും ഷഷ്ടി, കൃത്തിക എന്നീ ദിവസങ്ങളും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മുരുക വഴിപാട് ഏറ്റവും ഉചിതമാണ്. അങ്ങനെയുള്ള ചൊവ്വാഴ്ച ദിവസമാണ് നമ്മുടെ ദേവതകളുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന 9/9 എന്നുള്ള ഈ പോർട്ടൽ ഓപ്പൺ ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുരുക ഭഗവാന്റെ ഈ ഒരു അത്ഭുത മന്ത്രം, അതിശയ മന്ത്രം 9 പ്രാവശ്യം ചൊല്ലുവാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക ഭഗവാനോട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വെച്ചതിനു ശേഷം നമ്മൾ 9 പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ മന്ത്രം എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 ദിവസങ്ങൾക്കുള്ളിലോ 9 മിനിറ്റുകൾക്കുള്ളിലോ നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടി എന്നിരിക്കട്ടെ, നമ്മൾ ആ കിഴി കെട്ടിവെച്ചിരിക്കുന്ന നാണയത്തുട്ടുകൾ നമ്മുടെ കുലദൈവ ക്ഷേത്രത്തിലോ ഇനി അഥവാ നമ്മൾ അടുത്തായിട്ട് എപ്പോഴെങ്കിലും മുരുകക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലോ കൊണ്ടുപോയി ഈ 9 രൂപ നാണയങ്ങളും കിഴിയോടുകൂടി തന്നെ നമ്മൾ ഇടാവുന്നതാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഈ കാര്യങ്ങൾ ചെയ്യുവാനും കിഴി കെട്ടി വയ്ക്കുവാനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശുദ്ധമായതിനു ശേഷമായിരിക്കും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഈ കിഴിയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ കുറച്ച് ജവ്വാദ് പൊടി, ഇവ 3 കലർത്തി ഒന്ന് തളിച്ചു വിട്ടതിനു ശേഷം
നമ്മൾ ഇത് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നാളെ മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ കഷ്ടപ്പാടുകളാണ്, ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്, സങ്കടങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ മുരുക ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ഏതൊരാളിനെയും മുരുക ഭഗവാൻ താങ്ങി പിടിക്കും, തൻ്റെ കൂടെ ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ സുദിനമായ നാളെ മറക്കാതെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. നല്ലത് മാത്രം നമ്മളിലേക്ക് തേടി വരും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാടു രീതികൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, അതുപോലെ തന്നെ ദൈവിക വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.